മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനം, നിങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങൾ ബലഹീനരാ, അതുകൊണ്ടാണ് നിങ്ങൾ വലിയവനാരെന്ന് വഴക്കിടുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇടറിപ്പോകുന്നത്, കാരണം ശക്തി നിങ്ങൾക്കില്ല. ഈശോയുടെ പഠനങ്ങളെ സ്വീകരിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈശോയുടെ വഴിയിൽ അവർ ഇടറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാണ്. ഈശോ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി നൽകുന്നവനാണ്, ശക്തിപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലെ കലഹം ഉണ്ടാകാനുള്ള കാരണം എന്നാ? ശക്തി കുറവുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്നാ? ശക്തിയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ദൈവത്തിൽ നമ്മൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൽ നമ്മൾ അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ശക്തിയില്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ? ശക്തിയില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നത്, എത്രയോ പേരാ ജീവിതത്തിൽ തകർന്നിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന എത്രയോ വ്യക്തികൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. കാരണം ആത്മാവിന്റെ അഭിഷേകം അവരിലില്ല. ആത്മാവുള്ളവൻ ശക്തനായിട്ട് നിൽക്കും. ശിഷ്യന്മാര് ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അതുവരെ പേടിച്ച് വിറച്ചു നിന്നിരുന്ന അവര് ശക്തി സ്വീകരിക്കുകയല്ലേ. തള്ളിപ്പറഞ്ഞവരുടെ മുൻപിലേക്ക് പോലും പോയി വചനം പറയാനായിട്ട് ഇവർക്ക് ശക്തി കിട്ടിയത് എവിടുന്ന? പരിശുദ്ധാത്മാവല്ലേ നൽകിയത്. ആത്മാവ് ശക്തി നൽകുന്നവനാണ്. നമ്മുടെ ജീവിതത്തില് ശക്തി അറ്റുപോകുന്ന നിമിഷങ്ങളില് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയായിരിക്കട്ടെ, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ. ശക്തി അറ്റുപോകുന്ന നിമിഷങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ചിലപ്പോ രോഗനിമിഷങ്ങളില്, കടങ്ങളുടെ നിമിഷങ്ങളില്, ചിലപ്പോ പരാജയങ്ങളുടെ നിമിഷങ്ങളില്, കുടുംബ തകർച്ചകളുടെ നിമിഷങ്ങളില്, ഒന്നുമില്ലാത്ത അവസ്ഥകളുടെ നിമിഷങ്ങളില്, ശക്തി അറ്റുപോകുന്ന അവസ്ഥയിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ, നിരാശയ്ക്ക് അടിമപ്പെട്ട അവസ്ഥ. ആ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ഈശോയോട് പ്രാർത്ഥിച്ച്, ഈശോയെ എന്നെ ശക്തിപ്പെടുത്താനായി അവിടുത്തെ പരിശുദ്ധാത്മാവെ എന്നിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവെ ശക്തി അറ്റുപോകുന്ന എന്റെ ഈ ജീവിത അവസ്ഥയിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നവനാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ശക്തി അറ്റുപോകുന്ന നിമിഷങ്ങള്, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ഓരോരുത്തരെയും ഉള്ളിൽ വന്ന് നിറയണമേ ഈശോയെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഇവരുടെ ഉള്ളിനെ പ്രകാശിപ്പിക്കണമേ. നിരാശയിലേക്ക് പോകുന്ന അവസ്ഥകൾ ഇവർക്ക് ശക്തി നൽകണമേ. പരിശുദ്ധാത്മാവേ, മക്കളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിന്റെ തകർച്ചകളിൽ, ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ ഇവർക്ക് ബലം നൽകി ശക്തി നൽകി ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇവരുടെ രോഗങ്ങളിൽ ഇവർക്ക് ശക്തി ലഭിക്കട്ടെ. കടങ്ങ നിമിഷങ്ങളിൽ ഇവർക്ക് ശക്തി ലഭിക്കട്ടെ. പരാജയ നിമിഷങ്ങളിൽ, തകർച്ചയുടെ നിമിഷങ്ങളിൽ ഇവർക്ക് ശക്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരികീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.